വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഉടനടി പ്രഗ്നൻ്റ് ആകാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾക്കെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. ഇത് വെറുതെ പറയല്ല, സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരു ടിപ്പാണ്. അതും റെപ്യൂട്ടഡ് ആയിട്ട് IVF ട്രീറ്റ്മെൻറ്റ് നടത്തുന്നവർ പ്രൂവൺ ചെയ്തിട്ടുള്ള ഒരു ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് വരെയും കേൾക്കുക. നിങ്ങൾക്ക് ഈസിലി ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ബീറ്റ്റൂട്ട്, വാട്ടർമെലൺ, ജിഞ്ചർ ഇത് മൂന്നും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ജ്യൂസ് പ്രിപ്പയർ ചെയ്ത് കുടിക്കുകയാണ് ചെയ്യുന്നത്. ഈ ജ്യൂസ് പ്രിപ്പയർ ചെയ്ത് കുടിച്ചു കഴിഞ്ഞാൽ പ്രഗ്നന്റ് ആകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രഗ്നന്റ് ആകും. കാരണം ഇത് പറയുന്നത് വേറെ ആരുമല്ല, IVF ചെയ്യുന്ന ഡോക്ടേഴ്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതെന്താണ് ഈ ട്രീറ്റ്മെന്റ് എന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഫെർട്ടിലിറ്റി ആൻഡ് സ്റ്റെറിലിറ്റി എന്ന് പറയുന്ന ഒരു പേജ് റിപ്പോർട്ട് ചെയ്ത് പബ്ലിഷ് ചെയ്തതിനനുസരിച്ചിട്ട് ഇക്സി എന്ന് പറയുന്നൊരു ട്രീറ്റ്മെന്റിനെ പറ്റി എല്ലാവർക്കും അറിയാലോ. IVF പോലെ തന്നെയുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് ഇക്സി എന്ന് പറയുന്നത്. അതിൽ കൂടി കടന്നു പോകാൻ തയ്യാറാകുന്ന ഒരു 296 സ്ത്രീകളെ റാൻഡംലി സെലക്ട് ചെയ്തിട്ടാണ് ഈ ഒരു സ്റ്റഡി അവർ നടത്തിയത് കേട്ടോ. ഇതിൽ ഒരു വിഭാഗത്തിൽ പെടുന്ന ഒരു സെപ്പറേറ്റ് ആയിട്ടൊരു കാറ്റഗറിയിൽ പെടുന്നവർക്കൊക്കെ സെലക്ട് ചെയ്തെടുത്തിട്ട് ഒരു വിഭാഗത്തിനെ എക്സ്പെരിമെന്റ് ചെയ്യുന്ന ഗ്രൂപ്പും അടുത്ത വിഭാഗത്തിന് ഈ എക്സ്പെരിമെന്റ് ചെയ്യാത്ത ഒരു ഗ്രൂപ്പും ആയിട്ടായിരുന്നു സെലക്ട് ചെയ്തത്. ഇവരെല്ലാവരും തന്നെ ഇവരുടെയൊക്കെ വെയിറ്റ്, അതുപോലെ ഇവരിലുള്ള നമ്പർ ഓഫ് ഫോളിക്കിൾസ്, അതുപോലെ ഇത് എഗ് റിട്രൈവ് ചെയ്തതിന്റെ നമ്പർ, ഫെർട്ടിലൈസേഷൻ സക്സസ് ആവുന്ന റേറ്റ്, അതുപോലെ ബ്ലാസ്റ്റോസിസ്റ്റിന്റെ നമ്പർ, ഇതൊക്കെ സെയിം ആയിരുന്നു. അങ്ങനെ എല്ലാം ഓൾമോസ്റ്റ് സെയിം ആയിട്ടുള്ള 296 സ്ത്രീകളെയാണ് ഇവർ സെലക്ട് ചെയ്തത് കേട്ടോ. അതിൽ ഒരു വിഭാഗത്തിലുള്ള ആളുകൾക്ക് എംബ്രിയോ ട്രാൻസ്ഫറിന്റെ ഫസ്റ്റ് ഡേ മുതൽ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്ന ഡേറ്റ് വരെ ഈ ഒരു ടിപ്പ് അവർ ഫോളോ ചെയ്യാനായിട്ട് പറഞ്ഞു. അതിനെ ആ ഒരു ടിപ്പ് ഫോളോ ചെയ്തവർ മറ്റേ കാറ്റഗറി ഒന്നും ട്രീറ്റ്മെന്റ് മാത്രം എടുത്തിട്ട് ടിപ്പ് ഫോളോ ചെയ്യാത്തവർ കേട്ടോ. അപ്പോൾ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്തവർക്ക് ഇംപ്ലാന്റേഷൻ റേറ്റ് ജ്യൂസ് ഉപയോഗിച്ചവർക്ക് 24.2%, ഉപയോഗിക്കാതെ പ്രഗ്നന്റ് ആയവരിൽ 17.8% ആയിരുന്നു. ഇതിൽ തന്നെ ട്രീറ്റ്മെന്റ് നടത്തി ഇംപ്ലാന്റേഷൻ നടന്നവർക്ക് എല്ലാവർക്കും തന്നെ പ്രഗ്നൻസി പോസിറ്റീവ് ആകണമെന്നില്ലല്ലോ. ആ 24.2 ഇംപ്ലാന്റേഷൻ നടന്നത് അതിൽ 41% ആളുകൾക്കും മറ്റേതിൽ ഇംപ്ലാന്റേഷൻ നടന്നത് 21.6% ആളുകൾക്കുമായിരുന്നു കേട്ടോ. വേറൊരു സ്റ്റഡി നടത്തിയതിനകത്ത് ഈ ഒരു ജ്യൂസ് ഉപയോഗിച്ചിട്ട് ഇംപ്ലാന്റേഷൻ നടന്നവർക്ക് ആർക്കും തന്നെ ഇംപ്ലാന്റേഷൻ ഫെയിൽ ആവുന്ന ഒരു ചാൻസ് ഇല്ല, മിസ്കാരേജ് ഉണ്ടായിട്ടില്ല എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പ് ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ യൂട്രസ് ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ടാണ്. യൂട്രസിന് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണ നമുക്ക് ഡോക്ടേഴ്സ് ആസ്പിരിൻ പോലുള്ള മെഡിസിൻസ് കൊടുക്കുന്നത്. അതിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ പ്രോപ്പറായിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ്, ക്ലോട്ട്സ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ തന്നെ ബെനിഫിറ്റ് ആണ് ഈ ഒരു കാര്യം ചെയ്യുന്നത് വഴി നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന 3 ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ ബീറ്റ്റൂട്ട്, വാട്ടർമെലൺ, ജിഞ്ചർ. ഇതൊക്കെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും ആന്റി ഇൻഫ്ലമേറ്ററി ആയിട്ടും വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ ഇതെല്ലാം ഉപയോഗിക്കുന്നത് വഴി നിങ്ങൾക്ക് പ്രഗ്നൻസി കിട്ടും. ഏറ്റവും ആദ്യം നമ്മൾ എടുക്കേണ്ടത് ബീറ്റ്റൂട്ട് ആണ് കേട്ടോ. ബീറ്റ്റൂട്ടിൽ നൈട്രിക് ഓക്സൈഡ് അടങ്ങിയിട്ടുണ്ട്. ഇത് ബ്ലഡ് വെസൽസ്, ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സ്പാൻഷൻ നടക്കുന്നതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു എക്സ്പാൻഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രഗ്നൻസി ആകുമ്പോൾ മാത്രമല്ല, പ്രഗ്നൻസി ആകുന്നതിന് മുൻപും ഇതിനനുസരിച്ചിട്ടൊരു എക്സ്പാൻഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കൂടുതൽ ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡ് ശരീരത്തിലോട്ട് എത്തുകയുള്ളൂ. ഈ ഓക്സിജൻ കൂടുതൽ ശരീരത്തിലോട്ട് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ സെൽസിലോട്ടും ടിഷ്യൂസിലോട്ടും മസിൽസിലും ഒക്കെ ഈ ഒരു ഓക്സിജനും അങ്ങോട്ട് എത്തുകയുള്ളൂ കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് ബീറ്റ്റൂട്ട് കൊടുക്കുന്നുണ്ട്. ഒപ്പം ബീറ്റ്റൂട്ടിനകത്ത് ബാക്കിയുള്ള ന്യൂട്രിയൻസും അടങ്ങിയിട്ടുണ്ട്. അതായത് ഫൈബർ ഉണ്ട്, ഫോളേറ്റ് ഉണ്ട്, പൊട്ടാഷ്യം ഉണ്ട്, വിറ്റമിൻ സി ഉണ്ട്, മാംഗനീസ് ഉണ്ട്, അയേൺ ഉണ്ട്, വിറ്റമിൻ B9 ഉണ്ട്. ഇതെല്ലാം നിങ്ങളുടെ ശരീരത്തിലോട്ട് എത്തണമെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആയിട്ട് തന്നെ നടക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങളുടെ യൂട്രസ് എന്ന് പറയുന്നത് ഒരു പെയർ ഷേപ്പിലുള്ള ഒരു മസ്കുലർ ഓർഗൻ ആണ്. ഇതിനകത്തുള്ള ഒരു എൻഡോമെട്രിയൽ ലൈനിങ്ങിലോട്ട് ആ രക്തക്കുഴലുകളെല്ലാം അറ്റാച്ച് ആയിട്ടുള്ള എൻഡോമെട്രിയൽ ലൈനിങ് നല്ലതുപോലെ നറിഷ് ആക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രഗ്നൻസി കിട്ടൂ എന്നുള്ള കാര്യം നിങ്ങൾ മസ്റ്റായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും ആദ്യത്തെ ഒരു ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ബീറ്റ്റൂട്ട് ആണ്. രണ്ടാമത്തെ ഇൻഗ്രീഡിയന്റ് ആണ് വാട്ടർമെലൺ എന്ന് പറയുന്നത്, നമ്മുടെ തണ്ണിമത്തൻ. ഒരുപാട് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഈ വാട്ടർമെലൺ എന്ന് പറയുന്നത്. കൂടാതെ ആന്റി ഓക്സിഡൻസും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ലിക്കോപ്പീൻ ഉണ്ട്, ബീറ്റോ കാരറ്റിൻ ഉണ്ട്, ലൂട്ടിൻ ഉണ്ട്, ഇതെല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഒപ്പം ഫോളേറ്റ് ഉണ്ട്, ഫ്ലവനോയിഡ്സും ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ അമിനോ ആസിഡ് റിച്ച് ആയിട്ടുള്ള L-സിട്രുലിനും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ശരീരത്തിലെ L-ആർജിനിന്റെ ലെവൽ ഇൻക്രീസ് ആക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഒപ്പം നമ്മുടെ നൈട്രിക് ഓക്സൈഡിന്റെ ലെവലും കൂടി കൂടുന്നു. മൊത്തത്തിൽ നമ്മൾ കമ്പൈൻ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കുമ്പോഴേക്കും ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ നല്ലതുപോലെ ഇൻക്രീസ് ആകുന്നു. അപ്പോൾ അതും നിങ്ങൾക്ക് രണ്ടാമത്തെ ഒരു ഇൻഗ്രീഡിയന്റ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ.
അടുത്തതാണ് നമ്മുടെ ജിഞ്ചർ. നമ്മുടെ പീരിയഡ്സിന്റെ ആദ്യത്തെ 5 ദിവസം നമ്മുടെ യൂട്രസ് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചി മാത്രം ഇട്ട് തിളപ്പിച്ചിട്ട് നമ്മൾ വെള്ളം കുടിക്കാറുണ്ട്. ഇത് ഒരുപാട് പേർക്ക് ഫോളോ ചെയ്തിട്ട് സക്സസ് റിസൾട്ട് കിട്ടിയ ടിപ്പാണ്. നമ്മൾ ആ ഇഞ്ചി ഉപയോഗിക്കുന്നത് ജസ്റ്റ് ഒരു ഇഞ്ചി, ഒരു ചെറിയൊരു, നമ്മൾ അത്യാവശ്യം ഒരു മീഡിയം സൈസുള്ള ഇഞ്ചി എടുത്തിട്ട് ക്രഷ് ചെയ്തിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ 2 ഫ്രൂട്ടിന്റെയും കൂടെ ഒരു ഫ്രൂട്ടും ഒരു വെജിറ്റബിളും എടുക്കുന്നുണ്ട്. അതിന്റെ കൂടെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടും അതുപോലെ ഇതിൽ കണ്ടൻസ് നല്ലതുപോലെ ഹെൽത്തി ആയിട്ടുള്ള കണ്ടൻസ് ആയതുകൊണ്ട് അത് ഉപയോഗിച്ചിട്ടും കൂടിയാണ് നമ്മുടെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് നോക്കുന്നത് കേട്ടോ. ഇതൊരു ആന്റി ഇൻഫ്ലമേറ്ററി ആണ്. നമ്മുടെ ശരീരത്തിനകത്തുള്ള മറ്റുള്ള പോരായ്മകളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട്, ശരീര അവയവങ്ങളൊക്കെ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഞ്ചി ഉപയോഗിക്കാവുന്നതാണ്. ഇതൊരു വാമിങ് എഫക്റ്റ് ആണ്, ഒരു വാമപ്പ് എഫക്റ്റ് ആണ് നമുക്ക് തരുന്നത്. നമ്മളൊന്ന് എനർജറ്റിക് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 3ഉമാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ഇനി ഇത് എങ്ങനെ, ഏത് റേഷ്യോയിലാണ് എടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഒരു പകുതി ബീട്രൂട്ട് നമ്മൾ എടുക്കുക. ഒരു അത്യാവശ്യം നല്ലൊരു വലിപ്പമുള്ളൊരു ബീട്രൂട്ടാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അതിന്റെ പകുതിയായിട്ട് നിങ്ങൾ മുറിക്കുക. ആ ഒരു പകുതി പീസ് എടുത്തതിന് ശേഷം വാട്ടർമെലണും നമ്മൾ മേടിച്ച് വെക്കുന്നതിൻ്റെ അകത്തെ ഒരു മീഡിയം സൈസ് വാട്ടർമെലണിന്റെ ഒരു 1/4 ഭാഗവും നമ്മൾ എടുക്കാനായിട്ട് നോക്കുക. ഏകദേശം ഒരു ഇച്ചിരി നമുക്ക് കുടിക്കാനുള്ള ഒരു ക്വാണ്ടിറ്റി വേണം. അതിന് വേണ്ടിയിട്ട് വാട്ടർമെലൺ നിങ്ങൾ എടുക്കുക കേട്ടോ. ദെൻ ചെറിയൊരു പീസ് ഇഞ്ചി എടുക്കുക. അത് 3ഉം കൂടി ചേർത്തിട്ട് നമ്മൾ അടിച്ചെടുക്കുക. ജ്യൂസ് പോലെ ആക്കി എടുക്കണമെന്നില്ല, ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താലും മതി. ചില ആളുകൾ ഇങ്ങനെ തരിയോടുകൂടിയാണെങ്കിലും നമ്മളിപ്പോൾ സ്മൂത്തിയൊക്കെ കഴിക്കുന്നത് പോലെയൊക്കെ നമ്മൾ കുടിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാവുമല്ലോ, അങ്ങനെ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡായി കിട്ടിയിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഇത് എടുക്കാവുന്നതാണ് കേട്ടോ. ഒരുപാട് ഷുഗർ ഒന്നും അതിലോട്ട് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം വാട്ടർമെലണിന് ഓൾറെഡി ഒരു മധുരം ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ കൂടുതൽ ഷുഗർ ഒന്നും അതിലോട്ട് ഇടത് അൺഹെൽത്തി ആക്കി വെക്കേണ്ട. കുറച്ച് അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി നിങ്ങൾ എടുക്കുക. ഈ ഇഞ്ചിയും ബീട്രൂട്ടും നിങ്ങൾ ആദ്യം തന്നെ ഒന്ന് ക്രഷ് ചെയ്ത് വെക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വാട്ടർമെലൺ നമ്മൾ ഇടുമ്പോൾ തന്നെ അങ്ങോട്ട് ക്രഷ് ആയി കിട്ടും. പക്ഷേ ഈ ബീട്രൂട്ട് അങ്ങനെയല്ല, നമ്മൾ ചിലപ്പോൾ ഇടുമ്പോൾ അത് അരയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അതുപോലെ തന്നെ ഇഞ്ചിക്കും ചെറിയ പീസായിട്ട് സ്ലൈസ് ചെയ്തിട്ടിട്ട് ബീട്രൂട്ടും അതുപോലെ ഇഞ്ചിയും നല്ലതുപോലെ കുഞ്ഞുതായിട്ട് അരിഞ്ഞു വെക്കുക. എന്നിട്ട് ഇത് 3ഉം കൂടിയിട്ട് ക്രഷ് ചെയ്തെടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഒരുപാട് ജ്യൂസി ആക്കി നിങ്ങൾ എടുക്കേണ്ട, അതിന്റെ സത്ത് മൊത്തം വറ്റിച്ചിട്ട് നിങ്ങൾ എടുക്കേണ്ട. കുറച്ചൊന്ന് മീഡിയം സൈസിൽ നിങ്ങൾക്ക് കുടിക്കാൻ പാകത്തിന് നിങ്ങൾ ക്രഷ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. മധുരം വേണമെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ഹണി നിങ്ങൾ ചേർത്താൽ മതി കേട്ടോ. മധുരം ഇല്ലാതെ കുടിക്കുന്നത് തന്നെയാണ് ഏറ്റവും എഫക്റ്റീവ് കേട്ടോ. ഈ ഒരു ടെസ്റ്റ് ചെയ്തതിനകത്ത് അവരുടെ ആ ഒരു IVFന്റെ ആ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം മുതൽ ടെസ്റ്റ് ചെയ്യുന്ന സമയം വരെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ഞാൻ നേരത്തെ പറഞ്ഞ ബെനിഫിറ്റുകളെല്ലാം തന്നെ, അതായത് ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല. പലർക്കും പ്രഗ്നൻസി നീണ്ടു പോകുന്നത് ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാത്തത്, പ്രോപ്പറായിട്ട് നടക്കാത്തത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പീരിയഡ്സിന്റെ ഫസ്റ്റ് ഡേ മുതൽ തന്നെ ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്യുന്നത് കൊണ്ട് ഒരു പ്രശ്നമില്ല കേട്ടോ. പീരിയഡ്സിന്റെ ഫസ്റ്റ് ഡേ മുതൽ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഓവുലേഷൻ വരെ എടുക്കുക. ചില ആളുകൾക്ക് ഓവുലേഷന് ശേഷം ബീട്രൂട്ട് കഴിക്കാനായിട്ട് പേടിയാണ്, കാരണം പീരിയഡ്സ് വരുമോ എന്നുള്ള പേടി പലർക്കും ഉണ്ട്. ഒരു മിഥ്യാധാരണയാണ് എന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ എന്ത് കാര്യമാണെങ്കിലും നമ്മൾ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ ഓൾട്ടർനേറ്റീവ് ആയിട്ട് നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ഒരു ദിവസം എടുത്ത് ഓവുലേഷൻ കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ എടുത്തു, ദെൻ 2 ദിവസം കഴിഞ്ഞിട്ടോ ഒരു ദിവസത്തിന് ശേഷമോ എഗെയിൻ നിങ്ങൾ ഈ ഡ്രിങ്ക് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഏകദേശം നിങ്ങൾ ഒരു വിശന്നിരിക്കുന്ന സമയത്തൊക്കെ ഇത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഒരു ഈവനിങ് സമയത്തൊക്കെ ആണെങ്കിലും നമുക്കിത് എടുക്കുന്നത് നല്ലതാണ്. അത് എടുത്തിട്ട് കുറച്ച് നേരമൊക്കെ നിങ്ങൾ വാക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യം വേറെ ഒന്നുമില്ല. നല്ലതുപോലെ നമ്മുടെ ആ ഒരു ശരീരം പ്രവർത്തിക്കും, നമ്മൾ നല്ല ഉന്മേഷമുള്ളതാകും, ബ്ലഡ് സർക്കുലേഷനൊക്കെ ഭയങ്കരമായിട്ട് നടക്കും. എളുപ്പത്തിൽ ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പ്രഗ്നൻസി കിട്ടും കേട്ടോ. ഈ സ്റ്റഡി നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ഞാൻ ഈ റിപ്പോർട്ട് എടുത്തത് കൂടാതെ റിപ്പോർട്ട് ഞാൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതല്ലാതെ നമ്മുടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തിന്റെ പബ്ലിഷ് ചെയ്ത റിപ്പോർട്ടുണ്ട്. 2023 സെപ്റ്റംബർ 12 ഈ ഒരു റിപ്പോർട്ട് നമ്മുടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ ഒരു റിപ്പോർട്ട് നിങ്ങൾക്ക് എടുത്ത് വായിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒന്നും ഇല്ലാത്ത കാര്യങ്ങൾ ആരും നമ്മുടെ ഇത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ള വെബ്സൈറ്റ് പബ്ലിഷ് ചെയ്യില്ലല്ലോ. അത്രമാത്രം നമുക്ക് ട്രസ്റ്റ് ചെയ്യാവുന്നതാണ്. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ഉറപ്പായിട്ടും റിസൾട്ട് ഉണ്ടാവും കേട്ടോ. ഓവുലേഷൻ കഴിഞ്ഞിട്ട് പേടിയുള്ള ആളുകൾ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ എടുക്കുക. അതല്ലാത്ത ആളുകൾ പീരിയഡ്സിന്റെ ഫസ്റ്റ് ഡേ മുതൽ തന്നെ ഫോളോ ചെയ്യുക. നല്ലതുപോലെ നിങ്ങൾ വിശന്നിരിക്കുന്ന സമയത്ത് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് കുടിച്ചിട്ട് എവിടെയെങ്കിലും പോയി കിടക്കാതെ കുറച്ച് നേരം ഒരു 15 മിനിറ്റ്സ് എങ്കിലും നിങ്ങൾ വാക്കിംഗ് പോവുക. പുറത്ത് വാക്കിങ്ങിന് പോകാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ വീടിനകത്ത് തന്നെ ഈറ്റ് വാക്കിംഗ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതും പറ്റാത്ത ആളുകൾ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക. അതും പറ്റാത്ത ആളുകൾ ബട്ടർഫ്ലൈ എക്സസൈസ് ആണെങ്കിലും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ.
ഞാൻ ഈ പറഞ്ഞത് കൊണ്ട് നിങ്ങൾക്കൊരു ജ്യൂസ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ ബീറ്റ്റൂട്ട് വാട്ടർമെലൺ ജിഞ്ചർ ജ്യൂസ് എന്ന് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു എത്ര റേഷ്യോയിലാണ് ഇത് എടുക്കേണ്ടതെന്ന് മനസ്സിലാകും. അതിനനുസരിച്ചിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് അതുപോലെ തന്നെ ഹസ്ബൻഡിനും ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അദ്ദേഹത്തിനും ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. ക്വാളിറ്റി ഉള്ള ബീജം ഉണ്ടെങ്കിൽ മാത്രമേ ക്വാളിറ്റി ഉള്ള ഫെർട്ടിലൈസേഷൻ നമുക്ക് അവിടെ നടക്കുകയുള്ളൂ. അവരുടെ ആ ഒരു ജെനിറ്റൽ പാർട്സിലോട്ടും ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഭയങ്കര ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് കേട്ടോ. ബീറ്റ്റൂട്ടും അതുപോലെ വാട്ടർമെലണും എടുക്കുമ്പോൾ സ്ത്രീകളുടെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നത് പോലെ തന്നെ പുരുഷനും ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് രണ്ടുപേരും പ്രോപ്പർ ആയിട്ട് ഇത് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഒരു മാസം ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ ദൈവത്തെ ഓർത്ത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് കളയരുത്. കണ്ടിന്യൂസ് 2-3 മാസം നിങ്ങൾ ഫോളോ ചെയ്യുക. കാരണം കഴിഞ്ഞ മാസത്തിലെ ഓവുലേഷൻ ഈ മാസത്തിലെ ഓവുലേഷന് വേണ്ടിയിട്ട് അണ്ടം പ്രിപ്പയർ ആകുന്നത് അല്ലെങ്കിൽ സെലക്ട് ആയി തുടങ്ങുന്നത് ഒരു 3 മാസം മുൻപ് മുതലായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ മാസം റിസൾട്ട് കിട്ടിയില്ലെങ്കിലും 2 മാസം കൂടി നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.